ഇതാണ് 60 രൂപയ്ക്കുള്ള ഊണ്. കപ്പയുണ്ട്, തോരനുണ്ട്, ഉടച്ചുകറി ഉണ്ട്, അച്ചാറുണ്ട്. ഒഴിക്കാൻ വേണ്ടിയിട്ട് സാമ്പാർ, മോരുകറി, മീൻകറി. ഞാനിപ്പോ സ്പെഷ്യൽ മേടിച്ചത് ഇങ്ങനെ ഒരു പ്ലേറ്റ് കൊഴുവ് വറുക്കുക. അത്രയും 40 രൂപയാട്ടാ. ഇതും മീൻകറിയും ഇങ്ങനെ കിട്ടും, സ്പെഷ്യലായിട്ട് മേടിക്കാം. അപ്പം അതും 40 രൂപ തന്നെ. 60 രൂപയ്ക്കാ ഊണ് കൊടുക്കണേ. 60 രൂപ. എന്ന് മുതൽ 60 ആക്കിയേ? 60 രൂപ ആക്കിയത് ഒരു 2 മാസമായി ആയിട്ടുണ്ട്. അതുവരെ 50 രൂപ. 50 രൂപ. കാരണം ഇപ്പൊ ഗ്യാസ് വിലയൊക്കെ കൂടുതലല്ലേ, സാധനങ്ങളും വില കൂടുതൽ. അപ്പൊ എങ്ങനെയാണ് മുതലാവണത്? ഇപ്പൊ നമ്മൾ ഫാമിലിയോടെ കഷ്ടപ്പെടുന്നത് കൊണ്ട് അങ്ങനെ പോകുന്നതാണ്. എല്ലാവരും ഇതിന്റെ ഭാഗമാണ് അല്ലേ? മറ്റേ കുട്ടികളും ഭാര്യയും അങ്ങനെ പിന്നെ പോകുന്നു. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തിരുവനന്തപുരം ജില്ലയിലാണ്. ഇത് മരുതൻകുഴിന്ന് PTP നഗറൊക്കെ പോകുന്ന വഴിയിൽ ഒരു ചെറിയ കട കേട്ടോ. അപ്പോൾ ഇപ്പൊ ഭയങ്കര വിലക്കയറ്റാണ് എല്ലായിടത്തും അല്ലേ. നമ്മൾ തന്നെ വീഡിയോ എടുക്കാൻ പോയ പല സ്ഥലങ്ങളിലും 120 ഒക്കെ ആയി ഊണിന്. പക്ഷെ ഇവിടെ ഇപ്പോഴും 60 രൂപയ്ക്കാണ് ഊണ് കൊടുക്കുന്നത്. ഈ ഗ്യാസിന്റെ വില കയറുന്നത് വരെ 50 രൂപയ്ക്കായിരുന്നു ഊണ്. ഭയങ്കര വില കുറവിൽ കുറെ കോമ്പോസ് ഒക്കെയാണ് സുരേന്ദ്രൻ ചേട്ടൻ കൊടുക്കുന്നത്. കപ്പയും മീൻകറി ആണെങ്കിൽ 80 രൂപ, 3 പൊറോട്ടയും ചിക്കൻ കറിയും അല്ലെങ്കിൽ 3 പൊറോട്ടയും ബീഫ് കറിയും ഒക്കെ ആണെങ്കിലും 80 രൂപ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ ചെറിയ പൈസയ്ക്ക് 35 രൂപയ്ക്കും 40 രൂപയ്ക്കും ഒക്കെ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമാണ്. സ്വാഭാവികമായി വിലക്കയറ്റം സാധനങ്ങളുടെ, ഗ്യാസിന്റെ, വിറകിന്റെ ഒക്കെ അവരെയും ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ 35-ന്ന് 40 ആക്കി, 50 രൂപയുടെ ഊണ് 60 രൂപയാക്കി. അപ്പൊ ഇവിടുത്തെ ഊണിന്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇതുപോലെ കടുക് താളിച്ച കപ്പ റെഡിയാണ്. കപ്പയുടെ കൂടെ നല്ല തിരുവനന്തപുരം സ്റ്റൈൽ മുരിങ്ങക്കായൊക്കെ ഇട്ട് മീൻകറി. അപ്പൊ കപ്പയുടെ കൂടെ കഴിക്കാൻ നല്ല ബീഫ് കറി ഉണ്ട് കേട്ടോ. ചിക്കൻ കറി റെഡി. രാവിലെ 10 മണിക്ക് പൊറോട്ട കോംബോ. പിന്നെ 1 മണിയാകുമ്പോ ഓഫ് ആയി. പിന്നെ ഊണുണ്ട്. ഊണുള്ള 1 മണി, പിന്നെ 4 മണിക്ക് ശേഷം. അത് എത്ര മണി വരെ പോകും? 8 മണി വരെ പോകും. അപ്പൊ ഈ കോംബോ ആയിട്ട് പൊറോട്ടയും ബീഫും അതുവാ കൊടുക്കുക. പിന്നെ വൈകിട്ട് വേറെ എന്നാ ഉള്ള? ദോശ ഉണ്ടോ? ചിക്കൻ ഫ്രൈ ഉണ്ട്, ദോശ ഉണ്ട്, പൊറോട്ട ഉണ്ട്, ചിക്കൻ കറിയൊക്കെ ഉണ്ട്. ഈ ദോശ, രസവട, ദോശ, രസവട, ചമ്മന്തി, സാമ്പാർ ഒക്കെ ഉണ്ട്. ഓംപ്ലേറ്റ്. ഞായറാഴ്ച ഇല്ല. ഞായറാഴ്ച ഇല്ല. ഇവിടത്തെ ഒരു സ്പെഷ്യൽ ആയിരുന്നു കപ്പയും മീൻകറി. അത് ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ? ഇപ്പോഴും ഉണ്ട്. അതിന് മാറ്റമൊന്നുമില്ല. പണ്ടത്തെ കപ്പയും മീൻകറി ഇപ്പോഴും, പക്ഷെ ഊണ് കൂടെ ഇപ്പൊ ഉണ്ട്. അന്ന് പിന്നെ ഊണില്ല. ഏറ്റവും സ്പെഷ്യൽ നമുക്ക് കപ്പയും മീൻകറി. ഒരുപാട് വർഷം അത് നടത്തിക്കൊണ്ടിരുന്നു. 10 വർഷം കപ്പയും മീൻകറി മാത്രം. ഇത് തുടങ്ങിയിട്ട് 1.25 വർഷമായി. അപ്പൊ രാവിലെ എത്ര മണിക്ക് ഇവിടെ വരും? രാവിലെ ഞാൻ 4 മണി കട തുറക്കും. 6 മണിയാകുമ്പോ ദോശ, ഇഡ്ഡലി, ഇടിയപ്പം, സാമ്പാർ, രസവട, ഓംപ്ലേറ്റ്. 10 മണിയായിരുന്നു. പക്ഷെ കോംബോ ഇറച്ചികളൊക്കെ 10 മണി ഇറച്ചി. ഉച്ചയ്ക്ക് ഊണുണ്ട്, മീൻകറി, മീൻ ഫ്രൈ. പുട്ടുപയറ്, പപ്പടമൊക്കെ രാവിലെ അതൊക്കെ 35-ന് കൊടുത്തോണ്ടിരുന്നത്. ഇപ്പം 10 രൂപ കൂട്ടി 45 രൂപയ്ക്ക്. പൂരിയും അങ്ങനെ തന്നെ. പൂരി അങ്ങനെ തന്നെ. ഞാൻ മോരുകറി വയ്ക്കാന്ന് വിചാരിച്ചു. കുറെ ദിവസമായി മോരുകറി ഇങ്ങനത്തെ മോരുകൂട്ടെ. ഇവര് ചേച്ചി തൃശ്ശൂരും ചേട്ടൻ തിരുവനന്തപുരമാണേ. അപ്പൊ ഇവിടെ വരുമ്പോ ചേച്ചിയായിട്ട് ഞാനും ചേച്ചിയും കൂടെ സംസാരിക്കുമ്പോ അതി അടുത്തടുത്ത നാടായോണ്ടേ ആ ഭാഷ ചേച്ചി കറക്റ്റ് തൃശ്ശൂർ ഭാഷയിലാണ് സംസാരിക്കാം. ചേട്ടൻ പക്ക തിരുവനന്തപുരം ഭാഷയിൽ. അപ്പൊ ഇവര് കട ഞാൻ കുറച്ച് നാൾ മുന്നേ 2-2.5 വർഷമൊക്കെ ആവുണ്ടാവും നമ്മുടെ ചാനൽ തുടക്ക സമയത്ത് ഈ റോഡിന്റെ അപ്പുറം സൈഡിലായിരുന്നു, മരുതൻകുഴിന്ന് പോണ വഴിയിൽ, വേട്ടമുക്ക് പോണ വഴിയിലായിരുന്നു. അപ്പോൾ നല്ല കപ്പയും മീൻകറിയും, അത് അങ്ങനെ കടുക് താളിച്ച കപ്പയും മീൻകറി, അങ്ങനെ കപ്പയും മീൻകറിയും കിട്ടുന്ന സ്ഥലങ്ങള് തിരുവനന്തപുരത്ത് അധികം ഇല്ലായിരുന്നു. ഈ വൈകുന്നേരത്തെ തട്ടുകടകളല്ലത്. ആ സമയത്ത് ഇവരുടെ അടുത്ത് പക്ഷെ രാവിലെ 11 മണി മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ കപ്പയും മീൻകറിയും കിട്ടും. നെത്തോലി ഒരു ചെറിയ മീനല്ലാന്ന്. അപ്പം ഈ മീൻ വറക്കണതിൽ വെളുത്തുള്ളിയും ഇങ്ങനെ ചതച്ച് ഇട്ടിട്ടുണ്ട്. അതിന്റെ ഒരു സ്വാദ് നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് ഇച്ചിരി മീൻ ചാറ് ഒഴിച്ച് നോക്കാം. ഇവിടെ ഈ മീൻകറിയാണേ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവര് 4 ആളും കൂടെ പണിയണതേ. ഇപ്പൊ ചേച്ചി അറിയാണ്, കുട്ടികള് 3-4 മണിയാകുമ്പോ ചേട്ടൻ കട തുറക്കാൻ വരില്ല. ആ സമയത്ത് ആളുടെ കൂടെ വരും. ഇവിടെ വന്ന് അടുപ്പ് കത്തിക്കൽ, എല്ലാ പണികളൊക്കെ തീർത്തിട്ടാണ് പിന്നെ അതുങ്ങൾ സ്കൂളിൽ പോകുന്നത്. ഒരാൾ 10-ലും ചെറിയ ആണെങ്കിൽ 8-ലാന്ന് തോന്നുന്നു. അപ്പൊ അത്രയും അവര് കണ്ട് വളരെയാണ്. ചെറുമ്മയൊക്കെ കിടന്ന് കഷ്ടപ്പെടണ്ടേ. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന കുട്ടികളാണ്. വൈകിട്ടും വരും. സ്കൂൾ വിട്ടെല്ലാം കഴിഞ്ഞിട്ട് അവരിവിടെ വരും. കടയടച്ച് പോകുന്നവരിവിടെ കാണുമെന്ന് പറയാം. അപ്പൊ നല്ല മക്കളാ. അച്ഛന്റെ അമ്മയുടെ കൂടെ വന്നു നിന്ന് ഒപ്പത്തിന് ജോലി ചെയ്യല്ലേ, അവർക്ക് പറ്റണ മാതിരി. മീൻകറി കഴിച്ചോട്ടെ. ഇവരുടെ മീൻകറി കപ്പയുടെ കൂടെ എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത്. ചിക്കൻ ബിരിയാണി ഉണ്ട് കേട്ടോ. 130 രൂപയാ ചിക്കൻ ബിരിയാണിക്ക്.
മീൻ വേണ്ടാത്തവർക്കാണെങ്കിലേ ഇതേപോലെ ചോറിന്റെ കൂടെ ബീഫ് വേണമെങ്കിൽ കഴിക്കാട്ടാ. അപ്പയുടെ കൂടെ ചോറിന്റെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നിങ്ങൾ ഇതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ കയറി നോക്കുക, കഴിച്ചു നോക്കുക. ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ എനിക്കിഷ്ടം രാവിലെ പോലും ഇവിടെ കപ്പയും മീൻകറിയും കിട്ടും എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ഇടയ്ക്ക് ഇനി കപ്പയും മീൻകറിയും കഴിക്കാൻ വരാം. ഇവര് കട മാറ്റിയത് ഞാൻ പിന്നെ അറിഞ്ഞില്ലായിരുന്നു. ഇടയ്ക്ക് പോകുമ്പോൾ ഞാൻ ഈ അടുത്തിടയ്ക്ക് അതിലെ കൂടെ പോയപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ അവിടെ അത് അടച്ചിരിക്കുകയാണ്. പക്ഷെ അവിടെ ആരെയും കണ്ടില്ല. ആ ഒരു ഏരിയയിൽ ഇവര് മാത്രമേ ഉള്ളായിരുന്നു. ഇവിടെയും അങ്ങനെ തന്നെയാണ്, ഇവര് മാത്രമേ ഉള്ളൂ. പക്ഷെ വണ്ടി വെക്കാനൊക്കെ ഒരു സൗകര്യം ഉണ്ട്. അവിടെ ഭയങ്കര പാടായിരുന്നു. അപ്പൊ ഞാൻ കട കണ്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ചേട്ടൻ ഒന്ന് വിളിക്കണം മനസ്സിലിങ്ങനെ ഉണ്ട്. കട എന്താവോ നിർത്തി. അപ്പൊ അന്ന് ഇങ്ങനെ വയ്യായികളൊക്കെ പറഞ്ഞിരുന്നു കട എന്താവോ നിർത്തി. ഞാൻ ചോദിക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചു. പക്ഷെ കറക്റ്റ് ആയിട്ട് ഈ വഴി കൂടെ ഞാൻ ഇതിലെ കൂടെ വന്നപ്പോ ഇവിടെ നമ്മളന്ന് രാവിലത്തെ കഴിച്ചില്ല. നമ്മളൊരു വീഡിയോന്റെ ആവശ്യത്തിന് പോയതാ. അപ്പൊ അത് ആ കട അത് നടന്നില്ല. ആ വീഡിയോന്റെ ഷൂട്ട് നമുക്ക് നടന്നില്ല. അപ്പൊ ഭക്ഷണം കഴിക്കണല്ലോ. അപ്പൊ തിരിച്ചിങ്ങനെ വരുന്ന സമയത്ത് എന്നാ എന്തെങ്കിലും കഴിച്ചേച്ചും പോവാം, വേറെ വീഡിയോ ഉണ്ട് താനും നമുക്ക്, കഴിച്ചേച്ചും പോവാന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇറങ്ങിയത്. ഇറങ്ങിയപ്പോ ഇവർ രണ്ടുപേരും ഇവിടെ നിൽക്കണം. അത് കണ്ടാ നിങ്ങൾ രണ്ടുപേരും ഇവിടെ കളയുന്നുണ്ട്. നമ്മൾ ഇവിടേക്ക് കട മാറിയത്. അപ്പോഴും 1.25 വർഷമായി, നമ്മൾ അറിഞ്ഞേ ഇല്ല. അങ്ങനെയാണ് ഇവിടേക്ക് വരാം. അപ്പോഴാ ചേട്ടൻ ഇതൊക്കെ പറയണം, എത്ര പൈസക്കാണ് ഇവിടെ കൊണ്ട് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, സുരേന്ദ്രേട്ടൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി വരാം.